വീണ്ടും എൻ്റെ ഒരു കാതുകുത്ത് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറെ നാളായിട്ട് ഞാൻ ഈ കമ്മലുമായിട്ട് നടപ്പാണേ. അപ്പൊ നമ്മുടെ കാതുകുത്ത് വിദഗ്ധനായ അരുണിന്റെ കൈ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ കാരണം ഞാൻ ഇന്നർ കോഞ്ച് പിയേഴ്സിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കോഞ്ച് പിയേഴ്സിംഗ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ധൈര്യക്കുറവുണ്ട്. എൻ്റെ അമ്മ ആ സൂചിയൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കായാലും പേടി വരത്തില്ലേ? ഓക്കെ, അപ്പം ഞരമ്പൊക്കെ ഉണ്ടോന്നാണ് അരുൺ ടോർച്ച് അടിച്ച് നോക്കിയത്. പക്ഷെ ഒന്നും ഇല്ല. മോളിക്കൂടാണ് പോയേക്കുന്നത് ദൈവാധീനത്തിന്. അപ്പൊ നമുക്ക് പിയേഴ്സ് ചെയ്യാം. അപ്പോൾ കാത് കുത്തുന്നതിന് മുമ്പുള്ള പ്രീ കെയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ശൂലം കുത്തുന്ന പോലെ കയറ്റി ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കമ്മല് അതിനകത്തേക്ക് തള്ളി അകത്തോട്ട് വെച്ച് തന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ലുക്ക്? കൊള്ളാല്ലേ? എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അവൻ എനിക്ക് കുത്തി തന്നു. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ വരണം എന്നില്ലല്ലോ. സോ ഞാൻ പറഞ്ഞു ഒരു കാത് കുത്തി നോക്കിയിട്ട് കൊള്ളത്തില്ലെങ്കിൽ കുത്തണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുത്തിയപ്പോ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അടുത്ത കാതും കൂടെ കുത്താമെന്ന് തീരുമാനിച്ചു കേട്ടോ. ബുഗാടി കുത്തിയ സമയത്ത് അത്യാവശ്യം നല്ല കെയർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് ഉടക്കത്തൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, ദൈവമേ പഴുക്കലേ 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 എന്ന്. വേറൊന്നുമില്ല, നമ്മൾ ഈ ആഫ്റ്റർ കെയർ ആണ് ഈ കാത് കുത്തി കഴിഞ്ഞിട്ടുള്ളൊരു ചടങ്ങ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിലൊന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സെറ്റാണ്. ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഇൻഫെക്ഷൻ ആകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിവേ എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തു. താങ്ക് യു സോ മച്ച് അരുൺ. ആൻഡ് ഞാൻ താഴത്തെ എൻ്റെ കമ്മലൂടെ മാറ്റി.